ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് XL6ന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള ആൽഫ വേരിയന്റ് ആണ്. XL6 നമുക്ക് 3 വേരിയന്റുകളാണ് ലഭിക്കുന്നത്. സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. ഈ ബേസ് സീറ്റ വേരിയന്റ് തൊട്ട് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. 15 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് 6 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ XL6 കൺസിഡർ ചെയ്യാം. ഈ സെഗ്മെന്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ല ഒരു വാല്യൂ ഫോർ മണി മാനുവൽ ആണ് നോക്കുന്നത് 15 ലക്ഷം ബഡ്ജറ്റിലെങ്കിലും അതും 6 സീറ്റർ ഈ ആൽഫ വേരിയന്റ് കൺസിഡർ ചെയ്യാം. ഇതിൽ ദ ബെസ്റ്റ് വേരിയന്റ് എന്ന് പറയാവുന്നത് ഈ ആൽഫ വേരിയന്റ് തന്നെയാണ്. ഈ മന്തിൽ നമുക്ക് ഏകദേശം 50,000 രൂപ വരെ ഓഫറും XL6 അവൈലബിൾ ആണ്. XL6 ആദ്യമായിട്ടാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 30,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അങ്ങനെയാണ് ഓഫർ ലഭിക്കുന്നത്. ഇപ്പോൾ എർട്ടിഗയുടെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക്, അതായത് എർട്ടിഗയുടെ ZXi പ്ലസ് ഒക്കെ നോക്കുന്നവർക്ക് XL6ന്റെ സീറ്റ അല്ലെങ്കിൽ ആൽഫ വേരിയന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എർട്ടിഗ നമുക്കറിയാം ഒരു ടാക്സി സെഗ്മെന്റിൽ കൂടുതൽ ഇറങ്ങുന്ന വാഹനമാണ്. വൈറ്റ് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലുക്കിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ XL6 കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആൽഫ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഇൻക്ലൂഡിങ് CNGയുടെ പ്രൈസും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. XL6ലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്രോപ്പർ 6 സീറ്റർ വാഹനം അതാണ് XL6. വേണമെങ്കിൽ 7 സീറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. കാര്യം തേർഡ് റോയിൽ 3 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റും. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പലരും XL6നെ കിയയുടെ കാരൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ കാരൻസിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നിങ്ങൾ വാങ്ങണമെങ്കിൽ മിനിമം ഒരു 23 തൊട്ട് 25 ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എർട്ടിഗയുടെ ZXi പ്ലസ് ടോപ്പ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, അതിൽ കൂടുതൽ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്ന വാഹനമാണ് XL6ന്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സീറ്റ. അതായത് എർട്ടിഗയുടെ ടോപ്പ് എൻഡിനേക്കാളും ഏകദേശം 50,000 രൂപ കുറവിൽ നിങ്ങൾക്ക് ആ സീറ്റ വാങ്ങാനായിട്ട് പറ്റും. അതല്ല അതിനേക്കാളും ഒരു ചെറിയൊരു പേയ്മെൻറ്റ് കൂടി, അതായത് ഒരു 50,000 രൂപേന് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ 360 ക്യാമറ ഉൾപ്പെടെ വരുന്ന ഈ ആൽഫ വേരിയൻറ്റ് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ എർട്ടിഗയുടെ ആ ഒരു കൺവീനിയൻസ് വേണം, എന്നാൽ എർട്ടിഗയുടെ ലുക്ക് അല്ലാത്തൊരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ XL6 കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം കളർ എന്ന് തന്നെ പറയാം. കാരണം വൈറ്റിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഫ്രണ്ടിലൊക്കെ നിറച്ച് ക്രോം ഇൻസൈഡ്സ് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ലോഗോൻ്റെ താഴെ തന്നെ 360 വരുന്നത് കൊണ്ട് ആ ഫ്രണ്ടിലെ ക്യാമറ കാണാനായിട്ട് പറ്റും. ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 4 സ്ലോട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് LED DRLs കാണാം. അതിലും ചുറ്റൂറ നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു LED ഫോഗ് ലൈറ്റും വരുന്നുണ്ട്. 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻസിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് പ്ലേറ്റ് കാണാം. ഇവിടെയൊക്കെ ക്രോം വന്ന് അത്യാവശ്യം ഒരു മൊത്തം ക്രോം എന്ന് തന്നെ പറയാം. ഫ്രണ്ടിൽ ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടേണ്ട ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എർട്ടിഗേനേക്കാളൊക്കെ ഫാർ ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ള വാഹനമാണ് നമ്മളുടെ XL6. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. എർട്ടിഗയുടെ ടോപ്പ് എൻഡിൽ പോലും നമുക്ക് 15 ഇഞ്ചാണ് ലഭിക്കുന്നത്. ഇത് 16 ഇഞ്ച് ബേസ് വേരിയൻ്റ് തൊട്ട് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195 സെഷൻ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. 195 60R60 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ആ ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് കാണാം. വശങ്ങളിലെല്ലാം ബ്ലാക്ക് ക്ലാഡിങ് പോയിരിക്കുന്നു. ആ ഒരു SUV ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണത്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ മോഡലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റിക്കോ സെൻസർ കാണാം. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. 360 ക്യാമറ വരുന്നുണ്ട്. ക്യാമറ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ റൂഫ് റെയിൽസ് ആണ് ലഭിക്കുന്നത്. എർട്ടിഗയുടെ ടോപ്പ് എൻഡിൽ പോലും നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. നമുക്ക് ഇത് നെക്സൈഡ് അണ്ടറിൽ വരുന്ന വാഹനമാണ്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു 30% UV കട്ട് ഗ്ലാസ്സുകളാണ് ഈ ആൽഫ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് B പില്ലർ C പില്ലർ എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ വശങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് XL6 ഫീൽ ചെയ്യാം. ഇനി ബാക്കിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള നമുക്ക് ആ ഒരു തേർഡ് റോ ക്വാർട്ടർ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ തേർഡ് റോ ഗ്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു ഫുൾ LED ടെയിൽ ലൈറ്റ് സിസ്റ്റമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റ് പ്രകാരം ബാക്കിലൊരു കാണാൻ ഭംഗിയുള്ള ഒരു വലിയ സ്പോയിലർ വരുന്നുണ്ട്.
അതിൻ്റെ നടുക്ക് ഹൈമൗണ്ട സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോർ കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ക്രോം ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡ്യുവൽ ടോൺ പോലെ ഫീൽ ചെയ്യും. കാര്യം താഴത്തെ ഒരു പോർഷൻസിൽ മാത്രമാണ് നമുക്ക് വൈറ്റ് ഫിനിഷ് വരുന്നത്, ബാക്കിയെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ് LED ആണ്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം റിഫ്ലക്റ്റേഴ്സാണ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. XL6ൻ്റെ ബാഡ്ജിങ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. വശങ്ങളിൽ റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ബാക്ക് പ്രൊഫൈലിന് പറയാം. റിവേഴ്സ് ക്യാമറ നമുക്ക് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോക്ക് സിസ്റ്റമാണ് ബൂട്ടിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ ഒരു ഡീസൻറ്റ് ഇനഫായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. 210 ലിറ്റർ 2 അത്യാവശ്യം വലുപ്പമുള്ള സൂട്ട് കേസുകൾ വയ്ക്കാനായിട്ട് പറ്റും. ഈ തേർഡ് റോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് 550 ലിറ്ററാണ്. അതായത് നിങ്ങളെപ്പോൾ എല്ലാ സമയത്തും 7 സീറ്ററായിട്ട് അല്ലെങ്കിൽ 6 സീറ്ററായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 5 സീറ്ററായിട്ട് അല്ലെങ്കിൽ 4 സീറ്ററായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിൽ റോ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ടുള്ള ബെഡാണ് ലഭിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലഗേജ് സ്പേസ് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. തേർഡ് റോ പാസഞ്ചേഴ്സിന് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വെസ്റ്റായിട്ട് നമുക്ക് AC-യുടെ വെൻസ് കാര്യങ്ങൾ തേർഡ് റോയിലേക്കും കൊടുത്തിരിക്കുന്നു. AC അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനോട് ചേർന്ന് തന്നെ കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് പൊസിഷനിലായിട്ട് 2 Type-C ചാർജിങ് പോർട്ടുകളും തേർഡ് റോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് വേറെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളാണ്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തേർഡ് റോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് താഴെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു 15 ഇഞ്ച് ബേസ് വേരിയൻറ്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. കാരണം ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഈ പ്രൈസ് റേഞ്ചിലുള്ള വേറെ വാഹനം ശരിക്കും നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് തീമിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഒരു വുഡ് ഫിനിഷിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം ലെതറിറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആ ഒരു വുഡ് ട്രീറ്റ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ, ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീക്കർ ആൻഡ് ട്യൂട്ടേഴ്സ് ബേസ് ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെതറിറ്റ് സീറ്റുകളാണ് വരുന്നത് ഈ ഒരു ആൽഫ വേരിയൻറ്റിൽ. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള കിട്ടുന്ന രീതിയിലാണ് ആ സീറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ വരുന്നത്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാനുവൽ വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. റിയറിലെ AC ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. 360 വരുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ബട്ടൺ. നമുക്ക് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ആൽഫ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ഒറ്റ നോട്ടത്തിൽ പറയും. കാരണം ഇവിടെയെല്ലാം നമുക്ക് ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം നമ്മളുടെ എർട്ടിഗയോട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ എർട്ടിഗയിൽ ഒരു ബേജ് കളർ ഇൻറ്റീരിയർ ആണെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിമിലർ ആണെന്നൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഫംഗ്ഷണലായിട്ട് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴത്തെ പോർഷൻസിലെല്ലാം ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടമാണ്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, താഴെ ഫോണിൻ്റെ കൺട്രോൾസ്, വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കാണാം. ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എർട്ടിഗയിലൊക്കെ കാണുന്ന ഓൾമോസ്റ്റ് സിമിലർ ലുക്കിങ്ങുള്ള ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. മീറ്ററിൻ്റെ ഡയൽസ് എല്ലാം താഴേക്ക് വന്ന് കാണാൻ ഒരു സ്പോട്ടി ലുക്കിംഗ് ആണ്. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട ആവറേജ് ഫ്യൂല്, നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. മാരുതിയിൽ ഈ 7 ഇഞ്ചിൻ്റെ സിസ്റ്റത്തിൽ തന്നെ 360 ക്യാമറ വരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ ഈ XL6 ആണ്. അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ആ 360 ക്യാമറ കൊടുത്തിരിക്കുന്നത്. ആ 360 വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, അങ്ങനെ പല പല ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവ് റേഞ്ച്, TPMS, പിന്നെ എനർജി ഫ്ലോ, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് പ്ലേ പ്രോ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇടുകയാണ് എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഒരു ചെറിയ സ്ക്രീനിലാണെങ്കിലും അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് വ്യൂ ഫുള്ള് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാം വിസിബിളായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും.
4 സ്പീക്കറിന് എൻ്റെ 2 ടോഡും കൂടി മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ക്ലിയർ ആണ് പാട്ട് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. അതിന് താഴെ നമുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റാണ്. അതിനകത്ത് തന്നെ ഒരു ഡിസ്പ്ലേ വരുന്ന ഒരു പഴയ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റം എന്ന് പറയാം. അതിനകത്ത് ഓട്ടോൻ്റെയൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫോൺ സ്റ്റോറേജും വയർലെസ് ചാർജിങ് പാഡൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് നമ്മളുടെ കീ. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് ഫുള്ളി ഫംഗ്ഷനലായിട്ട് കീ ആണ്. മാനുവൽ ഗിയർ ലിവർ, അതിന് ലെതർ ഫിനിഷ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിറ്റ് സീറ്റുകളാണ്. ഇനി ആൽഫ പ്ലസിലേക്ക് പോകുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടി ലഭിക്കുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂൾ ഡൗൺ ലൈറ്റ് ഫീച്ചറോട് കൂടിയ ഒരു ഗ്ലോ ബോക്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ലഭിക്കേണ്ട അത്യാവശ്യം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഈ XL6ൻ്റെ ഈ ആൽഫ വേരിയൻറ്റിൽ തന്നെ ലഭിക്കുന്നുണ്ട്. XL6 വാങ്ങുന്നവർ സെക്കൻഡ് റോയിലിരുന്ന് യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അത്ര കംഫർട്ടായിട്ടുള്ള സെക്കൻഡ് റോ സീറ്റുകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോർ പാഡിൽ നമുക്കിവിടെ ലെതർ ഫിനിഷാണ്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സ്പീക്കർ ഗ്രില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും കാണാം. നമുക്ക് ഈ 2 ക്യാപ്റ്റൻ സീറ്റുകൾ ലെതറിറ്റ് സീറ്റുകളാണ്. അത് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് ആം റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇരിക്കുകയാണ് എങ്കിൽ ഈ സീറ്റ് ഇപ്പോൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാലെല്ലാം അകത്തിയിട്ട് വെച്ച് കിടന്നു പോകുന്ന ഫീലിൽ ഇതിനകത്ത് പോകാനായിട്ട് പറ്റും. അത്രയ്ക്ക് ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാം. എൻ്റെ നടുക്കേ കൂടെയാണ് പാസ് ചെയ്യുക. ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിലേക്ക് കയറാം, അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ നമുക്ക് ബാക്കിലേക്ക് പാസ് ചെയ്യാം. ഈ 2 സീറ്റിനും നമുക്ക് ആംബ്രസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ വേണം 2 ടൈപ്പ് C ചാർജിങ് പോർട്ട് ബാക്കിലേക്കും വരുന്നുണ്ട്. ഈ സീറ്റിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ 3 പേർക്ക്, അല്ലാത്ത സമയത്ത് 2 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. XL6ൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 360 ക്യാമറ, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS, അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും XL6ലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭാരത് NCAP ഒന്നും കഴിഞ്ഞിട്ടില്ല. XL6ന് ഒരു 3 സ്റ്റാർ എബോവ് കിട്ടുമെന്ന് നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ XL6 നമ്മുടെ ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത്. വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 20.1 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ നമുക്ക് ഒരു 14-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് CNG അവൈലബിൾ ആണ്. CNG 87 HP പവറും 121 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. അതിന് മൈലേജ് കമ്പനി 26 പറയുന്നുണ്ട്. ഒരു 22-നും 24-നും ഇടയ്ക്ക് അതിലും നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥിരം പറയുന്നത് പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ വീഡിയോ എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ XL6 നമുക്ക് 3 വേരിയൻറ്റിലേ കൊടുത്തിരിക്കുന്നുള്ളൂ. സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. ഈ 3 വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ സീറ്റ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ മാനുവൽ വേരിയൻറ്റ് 13,45,000 രൂപയ്ക്ക് ഓഫറിന് ശേഷം ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഈ ഓഫറിൽ നമ്മൾ 30,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ. മൊത്തം ഓഫർ 50,000 രൂപയുണ്ട്. 30,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട്, 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ള പൈസയാണ് 13,45,000. സീറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15 ലക്ഷം രൂപ. അതായത് 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രസ നോക്കുകയാണെങ്കിൽ ബ്രസയുടെ ZXL കിട്ടുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം കിട്ടും. ഇനിയും എർട്ടിഗ നോക്കുകയാണെങ്കിൽ എർട്ടിഗയുടെ ടോപ്പ് എൻഡിൽ കിട്ടുന്ന ഫീച്ചേഴ്സുള്ള വാഹനം നിങ്ങൾക്ക് സീറ്റയിൽ കിട്ടും. എർട്ടിഗയുടെക്കാളും പ്രൈസ് കുറവായിട്ടാണ് വരുന്നത്. ഇനിയും ഗ്രാൻഡ് വിറ്റാര നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ സെക്കൻഡ് വേരിയൻ്റ് ഓട്ടോമാറ്റിക്കിൽ പ്രത്യേകിച്ച് അധികം ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ആ വാഹനത്തിന് 15 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ വിക്ടോറിയസ് ആണെങ്കിൽ 1590 പ്രൈസ് വരുന്നത്. അപ്പോൾ ആ പ്രൈസ് നോക്കുമ്പോൾ ഇത് അതിലും ബെറ്ററാണ്. സെയിം എഞ്ചിനാണ്, ഒരാൾക്കും കൂടി കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇനി ആൽഫ വേരിയൻറ്റ് മാനുവൽ 14,55,000 ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 16,15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 16,15 അവിടെയും ഇത് ഹൈലൈറ്റ് ആണ്. കാര്യം നിങ്ങൾ ഈ കാണുന്ന വാഹനം
6P ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ലഭിക്കും, 360 ക്യാമറ, ലെതറിഡ് സീറ്റുകൾ, പിന്നെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം, പിന്നെ അലോയ് വീൽസ്, LED ഹെഡ്ലൈറ്റ്, LED ടെയിൽ ലൈറ്റ്. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വേരിയൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. 100% വെർത്താണ് XL6. പിന്നെ ആൽഫ പ്ലസ് ആണ് ടോപ്പ് എൻഡ്, അതിന് 15 മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 1675. അഡീഷണലി എനിക്ക് തോന്നുന്നു വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, വയർലെസ് ചാർജർ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് അതിനകത്ത് അഡീഷണലി വരുന്നത്. പക്ഷേ അത് ആവശ്യമില്ലെങ്കിൽ ആൽഫ വേരിയൻ്റ് ആയിരിക്കും ബെസ്റ്റ്. ഇനി സീറ്റ വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് CNG കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ വേരിയൻറ്റിലെ CNG വരുന്നുള്ളൂ. 14.5 ലക്ഷം രൂപയ്ക്ക് CNGയും കിട്ടും. അപ്പോൾ സീറ്റ മതി, മാനുവൽ മതി, കൂടുതൽ മൈലേജ് വേണമെങ്കിൽ CNG എടുക്കുക, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 15 ഓട്ടോമാറ്റിക്കും ലഭിക്കും. അപ്പോൾ ഇതാണ് XL6ൻ്റെ പ്രൈസ്. സെഗ്മെൻറ്റിലെ ബെസ്റ്റ് പ്രൈസിങ്, ബെസ്റ്റ് വാഹനം ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എർട്ടിഗ ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടി പ്രീമിയം വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും XL6 കൺസിഡർ ചെയ്യാം. XL6ൻ്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഈ ഇരിക്കുന്ന ഡ്രൈവിംഗ് പൊസിഷനാണ്. നമുക്ക് എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഒരു പ്രീമിയം വാഹനമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. XL6 എന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.